ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുഡ് റിലേറ്റഡ് വീഡിയോ ആണ്. ഞാൻ മുന്നേ ജോർജിയയുടെ വീഡിയോസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോർജിയയിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെ ട്രൈ ചെയ്യണം, അതേപോലെ എവിടെയൊക്കെ നമുക്ക് കേരള റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും, എന്തൊക്കെ ഫുഡാണ് നമുക്ക് ഹോട്ടലിൽ കിട്ടുക, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കുന്നു. സോ ആ ഒരു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തൊരു സമയത്തായിരിക്കും നമ്മൾ എത്തുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ടിക്കറ്റൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫുൾ റീഫണ്ട് കിട്ടുക, അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ഓപ്ഷനാണ് കേട്ടോ ഇങ്ങനൊരു എക്സ്ക്ലൂസീവായിട്ട് സീറ്റും ഫുഡും കൂടി ഓർഡർ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ഫുഡ് ഓർഡർ ചെയ്താൽ മതിയാവും, നമുക്ക് എന്താ പറയുക ഷെയർഡൊക്കെ കഴിക്കാമല്ലോ. സോ ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ എയർ അറേബ്യയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ താഴെ കൊടുക്കാം. അത്യാവശ്യം മോശമില്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നല്ല ചൂടോടെയൊന്നും കിട്ടത്തില്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് വൈസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന്. ഭയങ്കര സ്പൈസി അല്ലെങ്കിൽ എരിവ് അങ്ങനെയൊന്നും ഇല്ലാതെ എന്നാൽ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. സോ ഇതിൻ്റെയൊക്കെ നെയിം ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എന്തൊക്കെയാണ് കിട്ടുക എന്നല്ലേ, അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലോക്സ് ഹോട്ടലിലാണ് ഞാൻ ഫസ്റ്റ് നിന്നിട്ടുണ്ടായിരുന്നത്, ടിബ്ലിസിയിലെ. സോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഫുഡ് ഐറ്റംസ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആയിരിക്കില്ല. സോ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മിൽക്കിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് അവിടെ ഉണ്ട്, ഓട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാലഡ്സ് ആണ്. ഈ സാലഡ്സ് എന്ന് വെച്ചാൽ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സാലഡ്സ് നമുക്ക് പലതിൻ്റെയും കൂടെ മിക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ അല്ലാതെയും കഴിക്കാം. പിന്നെ ഒലിവ് ഉണ്ട് കേട്ടോ. ഒലിവ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ശരിക്കുള്ള ഒലിവ് കഴിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നല്ലപോലെ കഴിച്ചു കേട്ടോ. ഇത് നമുക്ക് ഉണക്കിയിട്ടൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ഗുണമുള്ളതായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള ഒലിവായിരിക്കും. പിന്നെ ഇവിടെ ഹണി ഉണ്ട്, അതേപോലെ ബ്രെഡ് ഉണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പലതരം ബ്രെഡ് ഉണ്ട്. നമുക്കറിയാം ഈ യൂറോപ്പിലൊക്കെ എന്ന് പറയുന്ന സമയത്ത് ബ്രെഡാണ് അവരെ മെയിൻ ഐറ്റമായിട്ട് വരുന്നത്. പിന്നെ ഫിഷും മീറ്റും ഒക്കെ എനിക്ക് കുറച്ച് റോ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നിയോണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ കഴിക്കും, പക്ഷെ നമുക്കത് ശീലമില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് ഇതാട്ടോ, അതായത് ബ്രെഡ് ഓംലേറ്റും അതേപോലെ പുഴുങ്ങിയും മുട്ടയും ഉണ്ട്. പിന്നെ ഇന്ത്യൻസിനായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ റൈസും അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ മഷ്റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ബുൾസേ പോലെ ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പോർക്കാണ് വരുന്നത്. സോ എനിക്കത് എത്ര ഇഷ്ടമായില്ല, ഞാൻ പോർക്ക് കഴിക്കാത്തതുകൊണ്ട്. പിന്നെ ഇതൊരു നല്ല ഐറ്റം കേട്ടോ, ചിക്കൻ നഡ്ജറ്റ്സ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഞാനത് സാലഡിൻ്റെ കൂടെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഐറ്റം കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, പക്ഷെ അത്യാവശ്യം നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. പിന്നെ ഇതൊക്കെ റോ മീറ്റാണ്. പിന്നെ ഈ ഒരു ഐറ്റം ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെയാണ്, പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടെ വേറെ രീതിക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതാണ്. ഇനി നമ്മൾ ബേക്കറി സെക്ഷനിലേക്ക് കേട്ടോ പോകുന്നത്. കുറേ ചോക്ലേറ്റ്സും ജാമും യോഗോട്ടും പല ഫ്ലേവറിലുള്ള യോഗോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇവിടുത്തെ കേക്ക് നമ്മൾ മസ്റ്റായിട്ടും കഴിച്ചു നോക്കണം കേട്ടോ, അതേപോലെ ഫ്രൂട്ട്സും. അപ്പോൾ നമുക്ക് ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം കുറേ ഫ്രൂട്ട്സും ഹെൽത്തി ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സും ഫുഡും ഒക്കെ അവൈലബിൾ ആണ്. സോ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുക. കണ്ടോ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാം നമ്മുടെ ഫുഡ് കിട്ടിയില്ലെങ്കിലും. ഇനി കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ക്രീമി ആൻഡ് ചോക്ലേറ്റ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുന്നു, പക്ഷേ അല്ല, ഇവിടുത്തെ കേക്ക് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഓവർ സ്വീറ്റ്നെസ് ഒന്നും ഇല്ലാത്ത മൈൽഡ് സ്വീറ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കേട്ടോ. സോ മസ്റ്റായിട്ടും നിങ്ങൾ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ്, അത് പല ക്രീം ബ്രെഡും അങ്ങനെയുള്ള പല രീതിക്കുള്ള ബ്രെഡൊക്കെ അവൈലബിൾ ആണ്. സോ ഇത്രയും ഫുഡ് ഐറ്റംസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഞാൻ നിന്ന ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു കേരള റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ കേരള ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹിച്ച് പോകുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് പ്രീമിയം റോയൽ കിച്ചൺ. റേറ്റൊക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് അവർ റേറ്റ് കൊടുത്തേക്കുന്നൊക്കെ ലാരിയിലാണ്, ജോർജിയൻ ലാരിയിലാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നോക്കുക. പക്ഷേ ഫുഡൊക്കെ അടിപൊളിയാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേയും ഇവിടെ വന്നിട്ട് തന്നെയാണ് കേരള ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഒരു കേരള ഫുഡ് കഴിക്കാനുള്ളൊരു ത്വര വരുമല്ലോ. സോ അതുകൊണ്ട് ഞാൻ എവിടെയായിരുന്നു എന്നും പൊക്കോണ്ടിരുന്നത്. ഇവിടെ നല്ല ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ നമുക്ക് ദോശ, മീൻ കറിയൊക്കെ കിട്ടും. അപ്പോൾ മീൻ കറി എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ മീൻ വെച്ചിട്ടുണ്ടാക്കുന്ന കറിയാണ്, പക്ഷേ സ്റ്റിൽ അവിടുത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവിടെ കിട്ടുന്നത്. പിന്നെ ആൻഡ് ഓൾസോ ഞാൻ ഇവിടുന്ന് കട്ടൻ ചായയും
കട്ടൻ കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും നമുക്കിവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ജോർജിയയിലുള്ള സ്റ്റുഡൻസിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാകുമ്പോൾ റേറ്റ് വ്യത്യാസമായിരിക്കും അവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. കുറച്ച് റേറ്റ് കൂടുതലായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അതിന് വേർത്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം കേരള ഫുഡിനോട് അത്യാവശ്യം നല്ല നീതി പുലർത്തിയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് തന്നെയായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ TV ഒക്കെ ഉണ്ട്, നമുക്ക് കേരള മൂവീസും അതേപോലെ തന്നെ സോങ്സൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇവരൊരു പിക്കിളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സാലഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാട്ടോ മീൻകറി, നല്ല രസത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പം മീൻകറിയും പൊറോട്ടയും അതേപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കട്ടൻ കാപ്പിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ നമുക്ക് കേരള ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം വരുന്നവർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് പ്രീമിയം റോയൽ കിച്ചൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടിബ്ലിസിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സി വിളിച്ചാൽ തന്നെ കിട്ടും. ഇനി ഇവിടെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ വൈൻ ഐസ്ക്രീം. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വൈൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ചെയ്യുന്നു. ആദ്യം എനിക്കൊരു സ്കെപ്റ്റിക്കലായിരുന്നു അതായത് ടേസ്റ്റ് ഉണ്ടാവുന്നു, പക്ഷേ അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് വൈൻ ഐസ്ക്രീം. ഞങ്ങൾ ടിബ്ലിസിയിൽ നിന്ന് പിന്നെ കസ്ബേഗി ഗൗരിയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് അധികം അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, കാരണം അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അപ്പോൾ കയറിയ റെസ്റ്റോറൻറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ അധികവും നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ, വെജിറ്റേറിയൻ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കഴിക്കാവുന്നതാണ്. ഇത് ഞങ്ങൾ ഗുദൗരിയിൽ സ്റ്റേ ചെയ്ത മാർക്കോപോളോ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോട്ടലിലെ ഒരു ഫുഡ് ഐറ്റംസ് ആട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കിട്ടുന്നതാണ്. ഇവിടെ അത്യാവശ്യം കുറച്ചുകൂടെ വെറൈറ്റിയിൽ ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കഴിക്കാൻ പാകത്തിന് തോന്നിയത് ഫസ്റ്റ് ഞാൻ നിന്ന ക്ലോക്സ് ഹോട്ടലിലാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ ഇന്ത്യൻസിന് അങ്ങനെ കഴിച്ച് ശീലമില്ലല്ലോ. കുറേ ബ്രെഡ് ഐറ്റംസും അതേപോലെ തന്നെ ജാമും നട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഐറ്റംസ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സും അതേപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, നട്ട്സ്, ജ്യൂസസ്, എഗ്ഗ് ഓംലേറ്റ്, അതേപോലെ എഗ്ഗ് പുഴുങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അത്യാവശ്യം തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ടേസ്റ്റ് ബഡിന് ഒതുങ്ങുന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ദോശയും ചമ്മന്തിയും അതൊന്നും കിട്ടില്ല. പക്ഷേ കുറേ ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ കുറേ കേക്ക്സ് ഉണ്ട്, ക്രസൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കുറേ ബ്രെഡ്, അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഹാർഡായിട്ടുള്ള ബ്രെഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ നട്ട്സ്, മിൽക്ക്, കോഫി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറേ വെറൈറ്റീസാണ്. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ കോമ്പിനേഷൻ നമുക്ക് അറിയത്തില്ലല്ലോ. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിന് സീനാവുമെന്നും അറിയത്തില്ല. പക്ഷേ ഫുഡ് വെറൈറ്റീസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫുഡി ആയിട്ടുള്ള ഒരാളാണ്, പല വെറൈറ്റീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ റോ ആയിട്ട് കിടക്കുന്ന മീറ്റ്, അതൊന്നും എനിക്ക് അത്ര പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചീസാണ്. ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ചീസും അങ്ങനത്തെ ഐറ്റംസും ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പിന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഒന്നും എടുക്കാൻ നിന്നില്ല. കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ കഴിച്ചുള്ളൂ. പിന്നെ എനിക്കധികം വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ വിശപ്പൊക്കെ തീരും. സോ കണ്ടോ, കുറേ വെജിറ്റബിൾ സാലഡ്സും കുറേ കട്ട് വെജിറ്റബിൾസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങളൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയ സമയത്ത് അവിടെ കയറിയതാണ് കേട്ടോ, ഷിയോസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജോർജിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ജോർജിയൻ ഫുഡ് ഐറ്റംസേ കിട്ടുള്ളൂ, ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് കിട്ടില്ല. സോ നമുക്കൊരു മലയാളീനെ ഞങ്ങൾ കണ്ട സമയത്ത് അവർ സജസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും വരുന്ന സമയത്ത് ട്രൈ ചെയ്യുന്ന 2 ഫുഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത 2 ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇത്. ഇതിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഒന്നൊരു ബീഫിൻ്റെ ഐറ്റമാണ്. അപ്പോൾ ഇതൊരു ബീഫിൻ്റെ ഐറ്റമാണ്. കാണാൻ നല്ല റെഡ് കളർ ആണെങ്കിലും കുറച്ച് നമ്മുടെ അതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മസാല ഇറങ്ങി ചെല്ലുന്ന ടൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ചാറ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം, പക്ഷെ ഒരു മുളക് ചാറ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ തരത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് നെക്സ്റ്റ് ചിക്കൻ ഐറ്റമാണ്. ഇത് കാണാൻ കളർഫുൾ അല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അതിൻ്റെ ചാറും നല്ല ടേസ്റ്റ് ഉണ്ട്.
നെക്സ്റ്റ് ഞങ്ങൾ പോയ ഒരു കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാലസ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പോയ കേരള റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് ഇവിടെ ഭയങ്കര കുറവാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് ആദ്യം പോയ പ്രീമിയം റോയൽ കിച്ചൻ്റെ തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്. അപ്പോൾ റേറ്റ് വൈസ് കുറവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോവാം. ഇതും ടിബ്ലിസിൻ്റെ ആ ടൗൺ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഫുഡ് ഇവിടുന്ന് ഞങ്ങൾ ദോശയും അതേപോലെ തന്നെ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്